അസ്സലാമലൈക്കും. നമസ്കാരം. ഞാൻ നാസർമോനാണ്. ഞാൻ ഇന്നുള്ളത് വയനാട് മേപ്പാടിയിൽ തൃക്കൈപ്പറ്റുള്ളത്. നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മുടെ തമിഴ്നാട് ജമിയത്തുൽ ഉലമ നിർമ്മിച്ച വീടിന്റെ അടുത്തുള്ളത്. അതിലെ താമസക്കാരാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു 27 വീട്, ഒരു 10 വീട് വേറെയുണ്ട്. ഇതിലൊക്കെ ആ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ തന്നെയാണ്. അതിൽ പാടിയിലൊക്കെ ഉള്ള കുടുംബങ്ങളാണ് അധികം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ തമിഴ്നാട് ജമിയത്തുൽ ഉലമന്റെ ഈ പുണ്യപ്രവൃത്തിയിൽ ഇവരൊക്കെ സന്തോഷം. ഇവിടെ ബഹുമാനപ്പെട്ട മെരിയാക്കുണ്ട്. മെരിയാക്കാക്ക് 77 വയസ്സല്ലേ? 79 വയസ്സായി. മെരിയാക്കാന്റെ ആഗ്രഹം, ഇതിലിപ്പോ ഇങ്ങനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലോ. കാരണം ഇങ്ങനെ ദുരന്തം വരുന്നോ, നമ്മൾ മാറി താമസിക്കേണ്ടി വരുന്നൊന്നും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും മെരിയാക്കനോട് ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോ ഇവിടെ ഒരുപാട് മക്കളുണ്ട്. അവര് പഠിച്ചു വളർന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടർമാരും അതേമാതിരി വലിയ വലിയ ഉന്നത സ്ഥാനത്തെത്തി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായം ചെയ്യുന്ന മക്കളാവണം. അത് കണ്ടിട്ട് മരിച്ചു പോകണമെന്നാണ് മെരിയാക്കാൻ ആഗ്രഹം, അല്ലേ? പടച്ചവൻ അത് സാധിപ്പിച്ചേറ്റെ. നിങ്ങളൊക്കെ ദുആയില് ഞങ്ങളെ വല്യപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം ആ ഹൃദയത്തിൽ വീഴുമ്പോൾ നന്മ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് അങ്ങനെ തന്നെ എല്ലാം ആരെ കിട്ടിയാലും സ്വീകരിക്കും, അല്ലേ? ഇപ്പൊ സന്തോഷത്തിൽ തന്നെയല്ലേ? ദുരന്തമൊക്കെ ഉണ്ടായെങ്കിലും അത് നമുക്ക് മറക്കലേ രക്ഷയില്ല. അതെ, 23 കുട്ടികൾ തന്നെ. പിന്നെ ഏട്ടന്റെ മോളടക്കം, അല്ലേ? അവർക്ക് സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കട്ടെ. നാളെ നമ്മളുണ്ടാവുന്ന നമുക്കൊരു ഉറപ്പില്ലല്ലോ. എല്ലാരും പോവും, അല്ലേ? അത് ഓരോ വഴിയിൽ കൂടി അള്ളാന്റെ തീരുമാനം ഉണ്ടാവും. ഇന്ന ഭാഗത്ത് ഇന്ന സമയത്ത്, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഞങ്ങളൊന്നും പറയാം എന്റെ ആൾക്കാരല്ല. കൈ വയസ്സൊക്കെ കഴിയും കാര്യമില്ല, അങ്ങോട്ട് നടക്കാൻ എടുക്കാനൊന്നും വയ്യ. അതെ അതെ, അവർക്ക് കയറാനും പിടിക്കാനും വയ്യ. നമ്മൾ വീട് പോയിട്ട് എടുക്കും, താമസിക്കാൻ പറ്റില്ല. സ്കൂളിലോട്ടാണ് ഈ ഉസ്താദന്മാര് വന്നിട്ട് അവിടെ നോക്കിയിട്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല. അവർ ഞങ്ങൾക്ക് ഇതൊരു വീട് തന്നതാണ്. അതന്നെ, അൽഹംദുലില്ലാ. എന്നാലും നല്ല വീടുമാണ്. പിന്നെ ഇനി നമുക്ക് ഇവിടെ ഷോപ്പ് വരെ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്. നിങ്ങൾക്കൊക്കെ സമാധാനം ചായ പിടിച്ച് തമാസാറിനിരിക്കാം. പിന്നെ ഇതില് പള്ളി ഇവിടെ വന്നു, അൽഹംദുലില്ലാ. പള്ളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ക്ഷേത്രമുണ്ട്, ചർച്ചുണ്ട്. എല്ലാ മതവിഭാഗക്കാർക്കും സൗകര്യത്തോടുള്ള നല്ലൊരു ഇടമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? ജമിയത്തേരിന്റെ അടുത്ത് വന്നിട്ട് മനസാഹിബ് ഞങ്ങൾ സ്ഥലം സൗകര്യം ചെയ്തെന്ന വീട് ഞങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് അവരെന്നെ ഈ സ്ഥലത്തിന് കാശും കൊടുത്ത് നമ്മളിത് വന്ന് കാണിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉത്തരവാദിത്തോടെ കാണിച്ച് ഭൂമി അവർക്ക് കച്ചവടം ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ ചെലവും അവരെന്നെ. അപ്പൊ ഇനി നമുക്കിവിടെ എന്റെ കുട്ടിയുടെ പേരെന്താ? റിദ സെറീനെ പരിചയപ്പെടാം. എന്റെ മോള് +2 അല്ലേ? മോളോട് ഞാൻ ചോദിച്ചു എന്റെ കുട്ടി ആരാവണം. അപ്പോൾ സിയാക്കാരത്തി ആവണമെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ എന്റെ കുട്ടി വലിയ സമ്പത്തൊക്കെ വരുമ്പോ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ദുരിതമൊക്കെ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അത്തരം കുടുംബങ്ങളെ സഹായിക്കുമെന്ന് ചോദിച്ചപ്പോ ഒരു സംശയമില്ലേക്ക, 100 വട്ടം സഹായിക്കും, അല്ലേ? എങ്ങനെ എന്റെ കുട്ടീന്റെ ഉദ്ദേശം ആരാവണമെന്ന്? CMA എന്ന് പറഞ്ഞ സിയക്കാരനല്ലേ? അല്ല, അതിലപ്പുറത്തേലുണ്ടോ? മനോക്കൊക്കെ വിവരമില്ല. മനോക്കെ സ്കൂളൊന്നും പോകാത്തോണ്ട് അതാണ്. അതന്നെ. അപ്പൊ അതിനൊക്കെ രക്ഷപ്പെട്ട് വലിയ ജോലിക്കാരത്തൊക്കെ ആവുമ്പോ ആരോ വലിയ ആളാവട്ടെ, പൈസക്കാരിയാവട്ടെ, പാവങ്ങളെ സഹായിക്കുന്നിടത്ത് ജാതിയും മതവും രാഷ്ട്രീയം നോക്കരുത്. പാവപ്പെട്ട മനുഷ്യരാണോ അവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്, അല്ലെ? അത് നമ്മളെ കടമയാണ്. പടച്ചവൻ നമ്മോട് പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ എത്രയും പെട്ടെന്ന് മോളെ ഇപ്പൊ എവിടെ ചേരാൻ ആഗ്രഹിച്ചാണ്? അപ്പൊ +1 ആണ്. ചാർട്ടേഡ് അക്കൗണ്ടാണ് ആഗ്രഹം. അപ്പൊ ഞാന് മോളെ നിങ്ങള് കാണാന് തൃക്കൈപ്പറ്റ നമ്മളെ വീട് സ്ഥലത്ത് വന്നാൽ കാണാം. ഓളെ +2 സമയത്ത് വലിയ വലിയ പൈസക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ചെലവൊക്കെ കൊടുക്കാനും അവര് വലിയ പ്രോത്സാഹനം കൊടുക്കാനും സ്പോൺസർ ചെയ്യാനൊക്കെ നല്ല മനസ്സുള്ളവരുണ്ട്. നിങ്ങൾ വന്ന റിതമോളെ കാണാം, മോൾക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുത്ത ഇന്ന് ഓളെ നമ്മൾ സഹായിക്കുമ്പോ നാളെ ഈ ദുനിയാവിലെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ചോളൂ, ഇല്ല മോളു? ഉറപ്പാണ്. അപ്പൊ എന്റെ കുട്ടിക്ക് എല്ലാ നന്മയുണ്ടാകട്ടെ. എന്റെ കുട്ടി ആഗ്രഹിച്ചതല്ല സാധിപ്പിച്ചേട്ടെ. എല്ലാ വഴികളും പടച്ചം തുറക്കും. നമ്മളെ കയ്യില് ദാനധർമ്മം എന്ന് പറഞ്ഞ ആ പുണ്യപ്രവൃത്തി നമ്മളെ കയ്യിൽ, ആ ഡിഗ്രി, ആ കോഴ്സ് നമ്മളെ കൈക്കുണ്ടെങ്കിൽ നോ ടെൻഷൻ. വിജയം മാത്രമുള്ള ഏറ്റവും ബിസിനസ്സിൽ ലാഭം കിട്ടുന്ന നഷ്ടമില്ലാത്തൊരു കച്ചവടമാണ് മറ്റൊരാൾ വിശന്ന് കിടക്കുമ്പോൾ വിശപ്പ് മാറ്റി കൊടുക്കുക, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ആ രോഗിനെ സഹായിക്കുക, അല്ലെങ്കിൽ വീടില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ സഹായിക്കുക. അതിനാണ് ദുനിയാവുന്നും നാളെ പോകുമ്പോൾ കൊണ്ടാവാനുള്ള സമ്പാദ്യം ഏറ്റവും
100% സത്യമാണ്. മനക്കൊക്കെ അത് ആസ്വദിക്കുക, ദിവസം ആസ്വദിക്കാൻ പിരാന്ത. കാരണം അത്രയും അത് ചെയ്തോളാം. അപ്പൊ അതുകൊണ്ട് മനക്കൊക്കെ ടെൻഷനില്ല. ഇപ്പൊ മനോക്കാരെ കുട്ടിക്ക് ആക്സിഡന്റ് പറ്റി, ഡോക്ടർമാർ വിധി എഴുതി, ഒന്നും പറയാൻ കഴിയില്ല, ഒരു ചികിത്സയും ചെയ്യാൻ പറ്റില്ല, അങ്ങ് അത്തരത്തിലുള്ള വലിയ അപകടമാണ് കാരണം. പക്ഷെ അല്ല 3-4 മാസമായി പോണപ്പോ എന്റെ വീട്ടിലതാ നടക്കലും തിന്നലും കുടിച്ചലും എല്ലാം. അപ്പൊ അതൊക്കെ ഇത്രയുള്ള പടച്ചനെ പണി. ആ കാണാത്തത് അതെ മൂപ്പരെ കുട്ടി ഇങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എല്ലാ പ്രാർത്ഥന ഉൾപ്പെടുത്തി ഞങ്ങള് 5 ദിവസം നിസ്കരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെ പരിചയപ്പെട്ടു, എങ്കിലും കൂടി അള്ളാഹു അങ്ങനത്തെ ഒരു ദുരന്തം നിങ്ങൾക്ക് തന്നു. അള്ളാഹു നിങ്ങൾക്ക് ഹൈറാക്കി തരട്ടെ. അല്ല, അതിലൊരുപാട് ഹെയറുണ്ട്. ഇപ്പൊ ഞങ്ങൾ വെല്ലൂര് ഹോസ്പിറ്റലിലെത്തി. അതായത് ഇവിടുന്ന് മിംസ്, കോഴിക്കോട് മിംസിലായിരുന്നു. അവിടെ 1.5 മാസം കിടന്ന് ഞങ്ങൾ വെല്ലൂര് കൊണ്ടുപോയി ഫിസിയോതെറാപ്പിയും കാര്യത്തിനും വേണ്ടി. അപ്പൊ അവിടുത്തെ ഡോക്ടർ നമ്മോട് പറഞ്ഞത് ഫിസിയോതെറാപ്പി തന്നെ ഉള്ളൂ, വേറെ കുട്ടീന്റെ അത്തരത്തിലുള്ള ഒരു അപകടമാണ്, അതിന് പ്രത്യേക ചികിത്സ ഒന്നുമില്ല, ഭാഗ്യം പോലെ ഇരിക്കുന്നു. ദിവസം പടച്ചോൻ കാണിച്ചു തന്നു അവന്റെ അസുഖം മാറ്റി തരല്. നടക്കാനും തിന്നാനും കുടിച്ചാനും ഒക്കെ. അപ്പൊ ഡോക്ടർമാര് നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഓരൊരു മീറ്റിംഗ് കൂടിയിട്ട്, ഇങ്ങളെ മോന് ഞങ്ങളെ ചികിത്സ കൊണ്ട് മാറിയതല്ല, ഇങ്ങളെ മോന് ദൈവത്തിന്റെ ചികിത്സയാണ്. അത്രയും മാറ്റങ്ങളാണ് മുന്നിൽ കണ്ടത്. ഇപ്പൊ അവിടെ വെല്ലൂര് നമ്മൾ എത്തിയപ്പോ അവിടെ നമ്മൾ ജക്കാത്തും പൈസ കൊടുക്കാൻ നമ്മൾ അന്വേഷിച്ചു. അപ്പൊ അവിടെ നമ്മളെ കൂടെ നമ്മളെ ഡ്രൈവറെ, നമ്മളെ ഒരു എല്ലാ ഹെൽപ്പും ഒപ്പം നിൽക്കുന്നതിന്റെ ഒരു കൂടപ്പുറമ്പുണ്ട്, അനിയൻകുട്ടി പ്രമോദ് നമ്മള് അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമ്മൾ പല ആൾക്കാർക്കും നമ്മളെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ആട്ടർച്ചയും കോയിറച്ചിയും മറ്റു സാധനങ്ങളൊക്കെ കുറെ രോഗികളുണ്ട്, പാവപ്പെട്ട രോഗികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പൊ ഈ ആർഡർവേരനോട് ആട്ടർച്ചി വിൽക്കുന്ന ആളോട് ചോദിച്ചു, എന്റെ ആൾക്ക് ജക്കാത്തും പൈസ കൊടുക്കാണ്ട് ഇവിടെ പാവപ്പെട്ട ഏരിയ ഉണ്ടെന്ന്. അപ്പൊ ആ മനുഷ്യൻ കൊണ്ടുപോയിക്കാണ്ട് ഈ ഏരിയ കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നൊക്കെ പോകുമ്പോ നമ്മളവിടെയൊക്കെ പള്ളി AC ഉള്ളതും വലിയ വലിയ കൊട്ടാരങ്ങളാണ്. അവിടെ ഒരു ഷീറ്റിട്ട പള്ളി, നിസ്കരിക്കാൻ പോലും സൗകര്യമില്ല, ഒരു ഫാൻ അതിലില്ല, നിസ്കാരം കഴിഞ്ഞാൽ മദ്രസ് വഴി തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പൊ ആ ഉസ്താദ് ചോദിച്ച ഒരു 4 ഫാന് വെച്ചിരുമോന്ന് വെച്ച്. അപ്പൊ എന്റെ മൂത്ത മോനോട് ഞാൻ പറഞ്ഞു, പഴകുട്ടി വേഗം വെച്ചു കൊടുക്കുക, എത്ര വേണ്ടിച്ചത്. പിന്നീട് അപ്പൊ എന്റെ ഉദ്ദേശം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കണം. നിസ്കരിക്കാനൊരു ആവശ്യമുണ്ട്. ഞങ്ങളുടെ മഹലിലൊക്കെ 10-11 പള്ളിയുണ്ട്, നിസ്കരിക്കാൻ ആളില്ല. വലിയ വലിയ പള്ളി എല്ലാവരും കാറ്റിട്ടു. പക്ഷെ ഇവിടെ നിസ്കരിക്കാൻ ആളുണ്ട്, പക്ഷെ പള്ളിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ എന്റെ നാട്ടിൽ കൊണ്ട് പോന്നു. എന്റെ ഏട്ടൻ അലിമൊയ്തീനോട് വിളിച്ചു വെച്ചു, കുറ്റൂർ അബ്ദുറഹ്മാനാജിനോട് ചോദിച്ചു, VT ഗ്രൂപ്പ് മങ്കടയുള്ള ഇർഷാദിക്കും ടീമുണ്ട്, സലാംക്കൊക്കെ, അവരോടും കാര്യങ്ങൾ പറഞ്ഞു. അവരൊക്കെ പറഞ്ഞ വാക്കുന്നത്, മാനു എന്താ ഞങ്ങൾ ഇജ്ജ് തുടങ്ങിക്കോ, അതിനെന്താ സൗകര്യം വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തുതരാം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കൂടെയാണ് മദീന സൂപ്പർ മാർക്കറ്റിലെ, ദുബായിലെ മദീന സൂപ്പർ മാർക്കറ്റിന്റെ മോണ്ട് അവിടെ, അതിന്റെ ഉമ്മാക്ക് ക്യാൻസർ ആയിട്ട് എന്റെ മോൻ കിടക്കുന്ന റൂമിന് തൊട്ടടുത്ത് തന്നെയാണ് അതിന് ചികിത്സ. അദ്ദേഹം എന്നോട് വിളിച്ചാണ്ട്, അദ്ദേഹം അവിടെ ഉണ്ടാകുമ്പോ നമ്മൾ റൂമിക്കൊക്കെ ഫുഡ് കൊണ്ടുവരും. അപ്പൊ എന്നോട് വിളിച്ചാണ്ട്, മാനൊക്കെ നിങ്ങളെവിടെ ജക്കാത്തും പൈസ കൊടുത്തു വെച്ച്. ഞാൻ പറഞ്ഞു, പ്രമോദ് കൊണ്ടേ കാട്ടിത്തരും, അവിടെ കൊണ്ടുകൊടുത്താൽ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരാണ്. സദക്ക നമുക്ക് എല്ലാവർക്കും കൊടുക്കാം, ജക്കാത്ത് പിന്നെ അതിനെ അർഹതപ്പെട്ടവർക്കല്ലേ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്ത്, പ്രമോദ് അദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടെ കൊടുത്തു, എല്ലാ സൗകര്യം ചെയ്തപ്പോ ഈ പള്ളിന്റെ കാര്യം പ്രമോദ് പറഞ്ഞു, മാനു ഇങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതിയിലാണ്, അവിടുത്തെ അവസ്ഥകൾ കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോ. അപ്പൊ അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടിട്ട് 18 കൊല്ലം. അപ്പോ ഇവിടെ എന്നോട് വിളിച്ചാണ്ട് ചോദിച്ചു, ഈ പള്ളിന്റെ പല പേർക്ക് ഞാൻ തുടങ്ങട്ടെ, അവർക്കുള്ള സ്ഥലവും ഞാൻ എടുത്തു കൊടുത്തോളാം, പുറമ്പോക്കിലായിരുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കട്ടെ വെച്ചു. അൽഹംദുലില്ലാ. എന്നാ ഞാൻ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ തന്നെ അതിനുള്ള കൂലി, നിങ്ങളപ്പ കോടികൾ നിങ്ങൾക്ക് സമ്പാദിച്ചു തന്നു മക്കൾക്ക് വേണ്ടി. ആ പൊന്നുപ്പാക്ക് പരലോകത്തേക്കുള്ള ദുനിയാവിന്ന് ഖിയാമത്ത് നാള് വരെ വരുമാനം കിട്ടണേ ആ പുണ്യപ്രവൃത്തി എന്നാല് നിങ്ങൾ ചെയ്താളി. അപ്പൊ അതുപോലെ തുടങ്ങി അവിടെ കുഴൽക്കിണർ കളക്കലും സ്ഥലം എടുത്തു കൊടുക്കലും എല്ലാം കഴിച്ചു കൊടുക്കും. അപ്പൊ നോക്കാണെ അമ്താനെ അവിടെ പടച്ചമ്പുര എത്തിച്ചപ്പോ ആ അർഹതപ്പെട്ട അള്ളാന്റെ ഭവനം നിർമ്മിക്കാന് അവിടെ നമ്മൾ എത്തിച്ചില്ലേ. അപ്പൊ അതേമാതിരി ഭയങ്കര തെറ്റിക്കണ ഒരു ഏട്ടനും അനുസരിച്ചുണ്ടായിരുന്നു, ഭയങ്കര യുദ്ധമായിരുന്നു. അപ്പൊ ഏട്ടന്റെ മോന് എന്റെ മോനമായിട്ട് ഒരു ഭയങ്കര അപകടം ഉണ്ടായിട്ട് അവിടേക്ക് പോലും ഈ അനിയൻ പോയിട്ടില്ല. ഇവര് ഭയങ്കര വാശിയിലും ഭയങ്കര വെറുപ്പിലുമാണ്. പക്ഷെ എന്റെ മോനെ അപകടത്തിൽപ്പെട്ടപ്പോ ഈ അനിയന്, ഏട്ടൻ ഞങ്ങളൊപ്പമുണ്ട്, പക്ഷെ അനിയനും എന്റെ മോനെ കാണാൻ വന്ന്. അവിടുന്ന് എന്റെ ജ്യേഷ്ഠൻ ഇവനോട് പറഞ്ഞു, ഇജ്ജ് എന്റെ അനിയന്റെ കുട്ടിനെ കാണാൻ വന്ന്, എന്റെ ഏട്ടന്റെ മോന് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് 3-4 മാസം ഹോസ്പിറ്റലിൽ കിടന്നു, ഒരു ദിവസം തിരിഞ്ഞു നോക്കിയാ എന്ത് തെറ്റാ മോൻ ചെയ്ത്, ഇനി തെറ്റും കുറ്റം ഉണ്ടെങ്കിൽ എന്തിനും നമ്മൾ മരിച്ചു പോണ ആൾക്കാരാ, ഇവനെ പൊരുത്തപ്പെടിച്ചാൻ പോലും കഴിയോ എന്ന് വെച്ചിട്ട് എന്റെ ഏട്ടൻ ഓനോട് കാര്യങ്ങൾ ചോദിച്ചു. അവിടുന്ന് കരച്ചിലായി. രണ്ടാളും പാടെ എന്റെ ഏട്ടൻ എന്തായിട്ട് നേരെ അവരെ കുടിക്ക് കൊടുന്നു. അവരെ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഉമ്മാനും വാപ്പാനും പിടിച്ചു, പരസ്പരം നുളച്ച് അവരാണ്ട് ഒന്നായി.
അതിന്റെ കുട്ടീനെ കൊണ്ടല്ലേ ആ കുടുംബം നന്നാകാനുള്ള വഴിയൊരുക്കിയതല്ല. അപ്പൊ ഞമ്മക്കൊരു ചെറിയ വിഷമം വരുമ്പോ ഒരുപാട് സന്തോഷം പടച്ചാൻ തരുന്നു കാണിച്ചത്. ഇൻഷാ അല്ലാ. അതെ അതെ. ആയിരക്കണക്കിന് ആൾക്കാര് ജാതി മതം വ്യത്യാസമില്ലാതെ എല്ലാരും പ്രാർത്ഥിച്ചില്ലേ? ഒക്കെ അള്ളാഹ് ജമിയത്തേർക്ക് വേണ്ടിയില്ലേ നമ്മളെ തമിഴ്നാട് ജമിയത്തുലമ അവിടെ 10-20 വീട്, അതുമായി മൊത്തം 10-76 വീട് നമ്മളെ അത് സ്വന്തമല്ലാക്ക. ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടെ ആ വെയിലത്ത് ഞങ്ങൾ ഇതിലുള്ള മരങ്ങൾ മുറിച്ചാണ്. ആ ഒരു പച്ചവെള്ളം ഇവിടെ കിട്ടാനില്ല, കുറച്ച് അപ്പുറത്തേക്ക് പോകണം നമ്മള്. അപ്പൊ നമ്മൾ ആകെ വിഷമിച്ചിരിക്കുക. ഈ തൊട്ടതിന് ബാക്കിലുള്ള ഈ അച്ചായൻ കുടുംബ അച്ചായന്മാരെ, ആ കുടുംബത്തിലെ ഏട്ടനും ജോമാൻ എന്ന് പറഞ്ഞ മരുമകനുണ്ട്. മരുമകനും കുട്ടികളും പാടെ നമ്മളടുത്ത് വന്ന്, നാസമാനോക്ക നിങ്ങൾ അച്ഛൻ വിളിക്കണ്ട്, ഇങ്ങോട്ട് വന്നാല് പെരയ്ക്ക് വന്നാല്. എന്തിനാ ഇങ്ങോട്ട് വരി? ആകെ ചായയും കാപ്പിയും പലഹാരങ്ങളും ചക്കയും ഒക്കെപ്പാടെ ഞങ്ങൾ വയറ് നിറച്ചു. ഇതിന്റെ ശേഷം എന്താ ഓഫർ ചെയ്യുന്നത്? ആ വീട്ടിലുള്ള എല്ലാ വീട്ടിലുള്ള ഓരോ ഫാന് ഞങ്ങളെ വകയിട്ട് മോനൊക്കെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, അതും മനുഷ്യരാണ്. മതങ്ങൾ പറഞ്ഞാണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിച്ചു ആൾക്കാരെ കൊണ്ടും. പക്ഷെ ഹൃദയത്തിന് നന്മയുള്ള എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരുണ്ട്. ഞാൻ അവരെ കൂടെ എപ്പോഴും പോലുണ്ട്. നമുക്ക് സന്തോഷമാണ്. അള്ളാഹ് ഹൃദയത്തിക്കാണ് നോക്കണത്. ഇപ്പൊ നിങ്ങളെ മനസ്സ് നന്നാവാതെ നിങ്ങൾ മുസ്ലിമായി ഹിന്ദുവായി ക്രിസ്ത്യാനി എന്താ കാര്യം? നിങ്ങൾ പച്ചവെള്ളം കൊടുക്കൂല, ഒരു വഴി കൊടുക്കൂല, വഴി തടസ്സം ചെയ്യുക. എന്താണ് നിങ്ങൾ ആരായിട്ട് എന്താ കാര്യം അവിടെ? അതാണ് അത് ഞങ്ങളെ പറ്റി പറയല്ല. നിങ്ങള് സത്യമായിട്ട് നിങ്ങളിപ്പോ നമുക്ക് കാണിച്ചു തന്നല്ലോ. എന്താണ് എന്താ വെച്ചാൽ ഞങ്ങൾ സ്കൂളിലൂടെ താമസിച്ചിരുന്നതേ. അപ്പൊ ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് തമിഴ്നാട് സംഘടന വീട് തന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഒരു കുടുംബം പോലെ താമസിച്ച കുറച്ച് ആൾക്കാരും കൂടെ അവിടെ ബാക്കിയായിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കോൺഗ്രസിന്റെ ഇതിൽ ഉൾപ്പെടുത്തിണ്ടല്ലോ. ഉൾപ്പെടുത്തിയെന്താന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് അത് ഇപ്പോഴൊരു വിഷമമാണ്. നിങ്ങൾ കിട്ടാത്ത പോലെ മനസ്സമാത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഓർക്കൊന്നും അല്ലേ? ഇത് കഴിഞ്ഞ ഒരു വഴി അല്ല, കിട്ടാത്ത പോലെ ഉണ്ടെങ്കിൽ ഒരു 10-12 കുടുംബം പാടെ നമുക്ക് ചേർത്ത് പിടിച്ച എത്ര വീടുണ്ട്? 10-12 വീട്. ആദ്യം നമുക്ക് ആലോചിക്കാം. അതെ, നമ്മളെ കോൺഗ്രസ് നിർമ്മിക്കുന്ന വീട്ടിൽ പെട്ടുക്കണോ നോക്കാം. അതായത് ഇപ്പൊ ഞാൻ ഇന്നലെ യഹിയല്ലേ നമ്മളെ മെപ്പടി യഹിയക്കാനോട് വിളിച്ച് ചോദിച്ചപ്പോ വേറൊരു കുടുംബത്തിന് വേണ്ടി അന്വേഷിക്കാൻ പറഞ്ഞപ്പോ അത് കോൺഗ്രസ് ഉൾപ്പെടുത്തിക്കണേല്. ആ ഇൻഷാ അല്ലാഹ്. ഗവൺമെന്റ് 12 ആൾക്കാരും കൂടി നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഇൻഷാ അല്ലാഹ്. ഇപ്പൊ 76 വീടായി ഇപ്പൊ മാനിക്കാൻ ഞങ്ങൾക്ക് അവിടെ സർക്കാരിന്റെ വീട് ഞങ്ങൾക്ക് ന്യായമായിട്ട് തരണം. ആ ഈ മത്തായിന്റെ റിപ്പോർട്ടിൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പാടില്ല എന്നാണ് റിപ്പോർട്ട്. അത് സംഗതി ശരിയാണ്. മല പൊട്ടിയപ്പോ ഞങ്ങളെല്ലാം അവിടെ ഓടിയതാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറി ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും. ആ പുല്ലാതൊക്കെ തുടച്ച് നന്നാക്കി ഞങ്ങൾ അവിടെ പോയിക്കൂടി. ഇത് ഞങ്ങൾ രാത്രി 1 മണിക്ക് ഞങ്ങളുടെ വീടിന് നേരെ ഇങ്ങനെ നോക്കി അങ്ങനെ ആ പോസ്റ്റല്ലേ, അത് ആ താഴത്തെ പോസ്റ്റിന്റെ അവിടുന്ന് ഇതൊക്കെയാണ് പോണത്. അത് വെള്ളം കഴിക്കാൻ വെട്ട വഴിയുള്ളത്. 1 മണിക്ക് കുട്ടികളെ വിളിച്ച് നീക്കി വന്ന് കാടി വേദന മുട്ടുവേദന വെള്ളം പൊട്ടി പിടിച്ച് ഞങ്ങൾ കയറി 6 മണി ഒരു വീട്ടിൽ നേരെ പോയിട്ട് കിടക്കുന്ന ഒരു ബോട്ടിൽ ഞങ്ങൾ എത്തിച്ചിരിക്കുക. ഈ 10-28 ആള്. എന്നിട്ട് അവിടുന്നാണ് ഞങ്ങൾ മേപ്പാടി വന്നത്. പിന്നെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇത് ഞങ്ങളത് ഞാൻ അങ്ങോട്ട് പോയിട്ട് 6 മാസം കഴിഞ്ഞിട്ട് കുട്ടികളെ തിരക്കുന്ന കാര്യം ഒരു മൊത്തം 23 ആളും പോയല്ലേ. കുറച്ച് ബോഡി കിട്ടി, കുറച്ച് കിട്ടിയിട്ടില്ല. കൊറേ കിട്ടാണ്ട്. പിന്നെ പല എന്താ നമ്മൾ പറയുന്നൊക്കെ. തിങ്കളാഴ്ച രാവിലെ പോയിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞാനങ്ങനെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞി കുടിച്ചിട്ട് എല്ലാം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഏട്ടൻ്റെ മക്കളോടൊക്കെ സംസാരിച്ച് നല്ല മഴ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറയാ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്കൊന്നും അവിടെ ഒത്തി വന്നാണ്. നിങ്ങളാ പോയ വരികയാണെങ്കിൽ നിങ്ങളും പോകുന്നുണ്ട്. അപ്പം ഞാൻ അൽഹംദുലില്ലാ അള്ളാൻ്റെ അടുത്ത് നിൽക്കുക. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് എന്താണ് അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള കളി കളിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ ഈ ലിസ്റ്റിൽ വരാനും തരാത്തതൊക്കെ. ഏതായാലും അല്ല ഇപ്പൊ കിട്ടിയാലേ നമുക്ക് ശുക്ർ പറയാം. ഇന്നിപ്പോ ഞങ്ങള് വന്നിക്കണ എന്തിനാ അറിയാം, അതൊക്കെ രജിസ്റ്റർ ചെയ്യാനാ. എല്ലാവരുടെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ട് ആ ഭൂമി ഓരോ പേരിൽ വീട് താക്കോലൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് സൗകര്യം ആധാരം കൊടുക്കൽ ചടങ്ങ് വെക്കാം. അതൊരു ചടങ്ങ് വെച്ചിട്ട് നിങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചാണ് ഞങ്ങൾ പോവാ. അതെ അതല്ല, ഇനി റമദാനിലൊക്കെ ഇവിടെ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പൊ റമദാനിലൊക്കെ ഒരുപാട് നല്ല മനുഷ്യസ്നേഹികളെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നല്ല മനസ്സുള്ളവര് ഇവിടേക്ക് കാരണം എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാരങ്ങള്, കാരണം കത്തിയും കൗത്തും ഇല്ലാതെ എല്ലാം പോയതാ. അപ്പൊ അവരൊക്കെ വരട്ടെ, ഇവിടെ വരും റമദാനിലും ഓണത്തിനും ക്രിസ്മസിനൊക്കെ സഹായമായിട്ട് അല്ലേ. അപ്പൊ ഇവിടെ വന്നിട്ട് സഹായം കൊടുത്തു കൊടുക്കുക. എന്നാലും അതൊക്കെ പുണ്യകരം, കാരണം ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരെ വരും. ഇൻഷാ അല്ലാഹ് ട്ടാ പടച്ചവനെ ഹൈറാക്കട്ടെ. ഞങ്ങൾ വേണ്ടിട്ടാ ഇൻഷാ അല്ലാഹ് ആണ്ടും കൊണ്ട് പടച്ചവനെ തീർച്ചയായിട്ടും. അതെ
അതന്നെ. അല്ലല്ല ചായപ്പ് കുടിച്ചു ഞങ്ങള് ഇപ്പൊ അല്ലാ സത്യം ചായ കുടിച്ചു. ഈ ബന്ധാണ് വേണ്ടത്. എന്താ അറിയാ, ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ചായ കുടിച്ചിട്ട് പോവാന്ന്, അത് തന്നെയാണ് ഇത് വലിയ ദാനം. ഒരു വീട്ടിൽ നമ്മൾ വരുമ്പോ എല്ലാം ഒന്നും വേണ്ട ഈ വാക്ക് മതി. ഇൻഷാ അല്ലാ ഞാൻ വേണ്ട ഇപ്പൊ ഉണ്ടാകണ്ട ഇട്ടാ ഇനി വരണ്ടട്ടാ ഞാൻ വരും വരണ്ടേ. ഇനിയിപ്പോ ഇവിടെ കട ഇട്ട് കൊടുക്കണ്ട അതിന് വരുപ്പാ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് വേണല്ലോ നിങ്ങൾക്ക്. 27 വീടിന്റെ ഉദ്ഘാടനം ഉണ്ട്. പോട്ടാ ഇനിയും വലിയ വലിയ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് പള്ളി. തൊട്ട മുമ്പിൽ ക്ഷേത്രമുണ്ട്, പിന്നെ ചർച്ചുണ്ട്. എല്ലാം 3 മതവിഭാഗത്തിന്റെയും ഇവിടെ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അച്ചായന്മാരും ആവട്ടെ, ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ആവട്ടെ, ഒക്കെ നല്ല മനസ്സുള്ളവരാണ്. നമുക്ക് വലിയ സഹായം ചെയ്താണ്. ഇവിടുത്തെ പ്രഭാകരേട്ടനും ക്ഷേത്ര കമ്മിറ്റിയും ചർച്ചിലെ അച്ഛന്മാരും ഒക്കെ പുണ്യപ്പെട്ടവരാണ്. ഇവിടുത്തെ പള്ളി ഇവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്താണ്. ഇതാണ് പള്ളി. അപ്പൊ പള്ളി സൗകര്യമായി, ക്ഷേത്രമായി, ചർച്ചുമായി. ഇത് ഇവർക്കൊരു കൈത്തുവലിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. കൈത്തുവല് നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് നിങ്ങളൊക്കെ ഓരോ കമ്പനിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്നുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു തൊഴിലായി പോലെ അതിനെപ്പറ്റി സങ്കടം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറ്റൂർ അബ്ദുറഹ്മാനാജി ഒരു സൗകര്യം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തേക്ക് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പാക്കറ്റ് ആക്കലും പിടിച്ചലൊക്കെ. നിങ്ങൾക്ക് ഓരോ കമ്പനികൾ സ്ഥല സൗകര്യം നമ്മൾ ചെയ്തുതരും. നിങ്ങളൊക്കെ നല്ല കമ്പനികൾ വരികയാണെങ്കിൽ ഉഷാറായി. അതൊക്കെ ഇതിൽ പെട്ട വീടുകളാട്ടാ. ഇത് നമ്മളെ ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാനാജാണ് ഈ സ്ഥലം എടുത്തുന്നത്. അതിനപ്പുറത്ത് നമ്മളെ ഏട്ടൻ അലിമൈത്തി എന്ന് പറഞ്ഞ ചേട്ടനാണ്. വീടുകൾ പല സംഘടനകളും ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അബ്ബാസ് ഖാൻ മങ്കട മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ നാസർ മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ 27 വീടിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിന് ആധാരം കൊടുക്കാനും അതിന്റെ ഉദ്ഘാടനത്തിന്റെ പരിപാടികളൊക്കെ കൂടി ആലോചിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പം ഇന്ന് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ മറ്റു പ്രമുഖ വ്യക്തികളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഉടനെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. 76 വീടുകളാണ് മൊത്തം നാസർ മാനുവിന്റെ നേതൃത്വത്തിൽ. അതിൽ കുറ്റൂർ അബ്ദുറഹ്മാനാജി 1 ഏക്കർ 60 സെന്റ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ 60 സെന്റ്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ സ്ഥലം സൗജന്യമായി തന്നു. അതുപോലെ തന്നെ ഓരോ വീടിനും ഓരോ വ്യക്തികൾ സ്പോൺസർ ചെയ്തു. അങ്ങനെ 4 വീടും 5 വീടൊക്കെ ഓരോരുത്തരായിട്ട് അതുമായി കുറെ ഫർണിച്ചർ, അങ്ങനെ ഒരുപാട് ജനകീയ പങ്കാളിത്തം. സ്റ്റോറേജ് ഫർണിച്ചറിന്റെ വക 100 ഫർണിച്ചർ ആകുമ്പോൾ നിന്നാണ്. 100 എണ്ണം കട്ടിലും ബെഡും. അൽഹംദുലില്ലാ 100 ബെഡ്. അതും ഹൈ ക്വാളിറ്റി സാധനം ഇട്ടാ. നമ്മളൊരു നാട്ടുകാർ പിന്നെ ഇതിലേക്ക് ഫാന് 3 കിണർ കളിച്ചിട്ടുണ്ട്. അനനല്ലൂരുള്ള ഉപയോഗിക്കാന്റെ വക 1 കിണറുണ്ട്. ബിസിനസ് വക കുറ്റിപ്പുറത്തിന്റെ വക. അസ്സലാമു അലൈക്കും. ഈ നമ്മളെ ഒട്ടനവധി ആൾക്കാർ ഈ ദുരന്തമുണ്ടായി വളരെ വിഷമത്തിലിരുന്ന് ഒറ്റ കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചു. അത് കാണുമ്പോൾ തന്നെ നമ്മൾ കണ്ണ് നിറയും. നമ്മൾ മാനിപ്പാന്റെ നല്ല പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവൻ ഊണും ഉറക്കില്ലാതെ ഇതിന് വേണ്ടിയിട്ട് 72 വീടോളം ഈ ചുരൽമല മുണ്ടക്കൈ ഭാഗത്ത് ദുരന്തം അനുഭവിച്ചവർക്ക് വീട് വെച്ചു കൊടുത്തതിന്റെ അതാണ് ഇപ്പം ഞങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും വിചാരിച്ചിട്ട് ഇങ്ങനത്തെ സാധുക്കളായ ജനങ്ങളെ കൊടുന്നൊരു പാർപ്പിടുണ്ടാക്കി അതിൽ കൊടുന്ന് പാർപ്പിച്ച് ഇവർക്കൊക്കെ ഇതിന് ചെയ്ത എല്ലാ കൂട്ടായ്മകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും അള്ളാഹു അതിന്റെ തക്കതായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. നമുക്ക് എന്താ പറയുക, ഇത് മനുഷ്യന്റെ രാശിക്ക് വലിയൊരു അനുഗ്രഹമാണ് ഈ സംഭവിച്ചത്. ഈ സംഭവത്തിൽ പെട്ടവർക്കും അള്ളാഹു നാളെ പരലോകത്ത് ഗുണം ചെയ്യട്ടെ. അവർക്ക് സ്വർഗത്തിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒട്ടനവധി ആളുകളാണ് നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഇതിലേക്ക് സഹായിച്ചത്. എന്താണെന്നുണ്ടെങ്കിലും കൂടുതലൊന്നും പറയണില്ല. ഇതിന്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. നേരെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മൊത്തം വീട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുക താഴെ ഭാഗത്തേക്കാണ് 27 വീടാണ് മൊത്തം ഈ കോമ്പൗണ്ടിലുള്ളത്. കോമ്പൗണ്ടിന്റെ വർക്കുകൾ റോഡിന്റെ വർക്കുകളൊക്കെ ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഇതിനോട് ചേർത്ത് പിടിച്ച് മാനിപ്പാനോട് സഹകരിച്ച
എല്ലാവർക്കും ഇരു ലോകത്തും അതിനുള്ള പ്രതിഫലം നൽകട്ടെ. അതുപോലെ തന്നെ നേരത്തെ കുഞ്ഞാമൊക്കെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഇതിലൊക്കെ ഈ ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് നാളെ നമ്മളെല്ലാവരും അവരുടെ പരലോക ജീവിതവും നല്ല സുഖത്തിനും റാഹത്തിനും സന്തോഷത്തിനുമാകട്ടെ. നമ്മൾക്കെല്ലാവർക്കും നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു നമ്മളെല്ലാവരും ചേർക്കട്ടെ എന്നാണ് മാത്രമാണ് പറയാനുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. സന്തോഷമായിട്ട് തന്നെയല്ല വേറെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ ഈ ഒരു കമ്പൗണ്ടിൽ തന്നെ വേറെ മാനപ്പാന്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് പോലെ ചെറിയ ഷോപ്പും കൂടെ ഇവിടെ ഇത് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ ചെറിയ സാധനങ്ങൾക്കൊന്നും കൂടുതൽ ദൂരങ്ങൾക്കൊന്നും പോകാത്തതിന് മിക്കവാറും സാധനങ്ങളൊക്കെ കിട്ടുന്ന രൂപത്തിൽ പിന്നെ Z വരെയുള്ള അതിലുള്ള ഫർണിച്ചർ കാര്യങ്ങൾ അതിലേക്കുള്ള കാര്യങ്ങൾ എല്ലാം എല്ലാ സാധനങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന് നല്ലൊരു ദിവസം കണ്ടുവച്ചിട്ട് നമ്മൾ മറ്റുള്ളവരൊക്കെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ ഇതിന്റെ ഉദ്ഘാടനം നടത്തണം എന്നാണ് എല്ലാവരും സഹായം പിന്തുണയും നമ്മളെ ആഗ്രഹം. സത്യം പറയല്ലോ, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ജനകീയ മുഖ്യമന്ത്രി VD സതീശൻ സാറിന് കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിന് നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയമല്ല, പക്ഷെ ലീഗിലും കോൺഗ്രസിലും മാർക്സ് പാർട്ടിയിലും BJPയിലും ഒക്കെ നല്ല നേതാക്കന്മാരുണ്ട്. ഓലൊക്കെ നമ്മൾ ഇഷ്ടമാണ്, ക്ഷണിക്കും ചെയ്യും എല്ലാവരും. അപ്പൊ ബഹുമാനപ്പെട്ട ജനകീയ മുഖ്യമന്ത്രി VD സതീശ് ചേട്ടൻ ആവണേന്ന് നമ്മളെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതായി കഴിഞ്ഞു. അതിഞ്ഞിപ്പോ മറ്റന്നാൾ പ്രഖ്യാപിച്ചാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ. അപ്പൊ ആ നല്ല മനുഷ്യസിനെ എല്ലാ പാവപ്പെട്ടവരെ കൂട്ടുകാരനായ നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ VD സതീശ് ചേട്ടനെ കിട്ടട്ടെ എന്ന് നമുക്ക് ക്ഷണിച്ചു നോക്കാം. അദ്ദേഹത്തിന് കിട്ടിയാല് നമ്മള് ഭാഗ്യം ചെയ്തു. തീർച്ചയായിട്ടും എല്ലാരും ചേർത്ത് പിടിക്കുന്ന അതെ. വളരെയധികം സന്തോഷം. അതെ അതെ. ഞാൻ ഒറ്റ എനിക്ക് VD സതീശ് സാറിനോട് വലിയൊരു അനുഗ്രഹം എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ 10 കുട്ടികൾ മരണപ്പെട്ട ഓടിയെത്തിയ ആ ഒരു സന്ദർഭം ആ വീട്ടിൽ കടന്നു ചെന്നപ്പോ ഞങ്ങളോട് അതെന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, വർഗീയ പാർട്ടിന്റെ ഒരു വോട്ട് എനിക്ക് വേണ്ട. ഞാൻ കൊടിയിലിരിക്കുകയാണെങ്കിൽ വനവാസത്തിന് പോകണമെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വർഗീയ പാർട്ടിന്റെ ഒരു വോട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. അതാണ് മജീദ് മാസ്റ്റർ വീട്ടിൽ വന്ന നേരത്ത് എല്ലാവരോടും നല്ല സംസാരം. അപ്പൊ ഞാനൊരു സംസാരം, നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ കണ്ടുപടി. അപ്പൊ തന്നെ എന്നോട് പറയാം, നിങ്ങൾ മുഖ്യമന്ത്രി ആണെന്ന് പറഞ്ഞെങ്കിൽ എന്നോട് ഒരാൾ പറഞ്ഞു, ഇപ്പൊ പറയല്ലേ എന്റെ ഇപ്പോഴല്ലേ എപ്പോഴും പറയുന്നതാണ് VD സതീശ് സാറിനോടും. അതേമാതിരി ഇപ്പൊ നമ്മളെ അവിടെയുള്ള കോൺഗ്രസിലെ ഇപ്പൊ രമേശ് ചെന്നിത്തല സാറാണെങ്കിലും മറ്റേ രാജസാറിനെ വിളിച്ചണം. നമ്മളെ പിന്നെ എല്ലാ റവന്യൂ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നില്ല രാജസാറിന്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം കേരളത്തിലെ പ്രമുഖ MLA-മാര് MP-മാര് എല്ലാ രാഷ്ട്രീയ എല്ലാ പാർട്ടിയിലെ പ്രമുഖ വ്യക്തികളും ഈ 27 വീടിന്റെ ഉദ്ഘാടനം. അതെ. പിന്നെ നമ്മളെ പാണക്കാട് തങ്ങന്മാര് പള്ളിയിലെ പിന്നെ അതേമാതിരി ക്ഷേത്രത്തിലെ പൂജാരികള് ചർച്ചിലെ അച്ഛന്മാര് എല്ലാരും വിളിച്ചു. ജനകീയമായ പരിപാടി ഇൻഷാ അല്ലാ. അപ്പൊ എന്നാ ആയിക്കോട്ടെ അല്ലേ. നമുക്ക് എന്തായാലും നമുക്ക് പാണക്കാടിനെ നമുക്ക് പാണക്കാട് മുനവർ താങ്കൾ എന്നോട് വാക്കറുണ്ട്. എന്റെ ഡേറ്റ് ഏതാ, മാനുന്റെ ഡേറ്റ് ഏതാന്ന് പറഞ്ഞാൽ മതി. അതാണ് മുനവർ താങ്കൾ പറഞ്ഞ വാക്ക്. ഇതാണ് ക്ഷേത്രം. ഈ ക്ഷേത്ര കമ്മിറ്റി നമുക്ക് ഇവിടെ വണ്ടി വന്നപ്പോ വണ്ടി നിർത്തിയിടാനൊക്കെ ഫുള്ള് സപ്പോർട്ട് ചെയ്തെന്ന മനുഷ്യസ്നേഹികളാണ് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാര്. മറക്കാൻ കഴിയില്ല. കാര്യം എല്ലാവരും നമ്മളെ തറടലിനും കുറ്റടിച്ചിലും ഒക്കെ ഒരു പങ്കാളിത്തം വഹിച്ചു. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനും പോലെ ക്ഷേത്രത്തിന്റെ അവിടെ തുറന്നു നിന്നിട്ട് തീക്ക് ഇട്ടോളി തന്നിട്ട് എല്ലാ സൗകര്യം ചെയ്തെന്ന മനുഷ്യസ്നേഹികളാണ് ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി. ഇവിടുത്തെ ചർച്ച് നമ്മളെ പേരുള്ള നേരെ മുമ്പിലാണ്. ഈ മരം ഉണ്ടായോണ്ട് കാണുന്നില്ല. ചർച്ചിലെ ആൾക്കാർ നമ്മളെ അച്ഛന്മാര് ഫുള്ള്, പിന്നെ ഇവിടുത്തെ അച്ചായന്മാരൊക്കെ നമ്മൾ ഫുള്ള് സപ്പോർട്ട്. ഈ റോഡ് അങ്ങനെ നേരെ അച്ചായന്മാരെ നിറച്ച് അച്ചായന്മാരെ വീടാണ്. ഒരു 100-150 മീറ്റർ ഉണ്ട് മെയിൻ റോഡിക്ക്. അവിടത്തേക്ക് എത്രയോ വീടുണ്ട്. ഹൈറ്റുകളൊക്കെ ഈ വണ്ടികളൊക്കെ വലിയ വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ പോലും സഹിച്ച് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഫുള്ള് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനി പുതിയ വീടുകളാണ് ഇപ്പൊ പുതിയ വീടുകളാണിത്. പിന്നെ വർക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ. അതെ അതെ അതന്നെ. നമ്മളെ ഗൾഫിൽ ഒട്ടനവധി കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി
അധ്വാനിച്ച് അതിന്റെ ആ ഒരു വയർപ്പ് ഒരുപാട് കുടുംബങ്ങളെ പോറ്റിയ ഞങ്ങളെ നാട്ടുകാരനായ വാങ്ങിലെ അലി മൊയ്തീൻ കണക്കിൽ മൂപ്പരാളെന്നെ നമ്മളെ ഈ സഹായിക്കണിലൊക്കെ അയച്ചല്ലേ നാട്ടുകാരെയൊക്കെ സഹായിക്കും. കുടുംബങ്ങളെയും നാട്ടുകാരും മുഴുവനും മാപ്പിയത്ത് കൊടുക്കാൻ ഇപ്പൊ ഹജ്ജിന് പോയിക്കാണ്. ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വരാൻ തോഫീക്ക് നൽകണം. ആമീൻ. ആമീൻ ആമീൻ യാ റബ്ബിൽ ആലമീൻ. ഇതുപോലെ ഇനി ഒരുപാട് കാര്യങ്ങൾ നേതൃത്വം കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു നൽകി. ആമീൻ. കുറച്ച് ദിവസങ്ങളായിട്ട് മാണിക്കാർക്ക് ഈ വാങ്ങലൊന്നും കൃത്യമായിട്ട് വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് അറിയാലോ, കാരണം മാണിക്കാരുടെ മോഹൻക്ക് അങ്ങനെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞു. എന്താണെന്നെങ്കിൽ ആ വലിയൊരു ആക്സിഡന്റ് ആ ഇതിൽ കഴിഞ്ഞപ്പം ഇപ്പൊ അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും കുട്ടി റാഹത്തായിട്ട് എല്ലാം റാഹത്തായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഇതായത്. ഇത് നമ്മളെ ആൾ കേരള ബേക്കറി അസോസിയേഷന്റെ വകയാണ് 4 വീട്. അവരെ വർക്കാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിർത്താട്ടോ കൂടിയാ. അത് നമ്മളെ അരുവിയിലുള്ള ബ്രാഞ്ചക്കാരുടെ വകയാണ്. മറ്റേ നമ്മളെ പളന്ന മഹല്ല് കമ്മിറ്റിന്റെ വകയാണ്.